ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്ക്മാംഗ്ലൂർ പോവാണ്. ഒരു ടീം റൈഡാണ്. ചിക്ക്മാംഗ്ലൂർ പോകണം. സോ എല്ലാം സെറ്റ് ആയിക്കണം. ഇനിയൊക്കെ ബാഗൊന്ന് കെട്ടാക്കിയിട്ട് നേരെ വിടാം. ഇപ്പോൾ സമയം 4:30. നമുക്കൊരു 5:30 ആകുമ്പോഴത്തേന് ടോൾ ഗേറ്റ് എത്തണം. അവിടെ എല്ലാവരും ഉണ്ടാവും. സോ നമുക്ക് എല്ലാം സെറ്റാക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. ടോൾ ഗേറ്റിൽ നിന്ന് എല്ലാവരെയും കണ്ട് സംസാരിച്ച് 2 സെൽഫിയൊക്കെ എടുത്ത് പരിചയപ്പെട്ട് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി. എന്തായാലും ചിക്ക്മംഗ്ലൂർ എത്തേണ്ടല്ലേ, 5 to 6 hours ട്രാവലിംഗ് ഉണ്ട്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ലൈനപ്പായി പോവാണ്. ഞങ്ങൾ ടോട്ടൽ 9 ബൈക്സ് ഉണ്ടായിരുന്നു. പിന്നെ 2 പേര് കൂടി വരാണ്ട്, അതേപോലെ ഒരു കാറും വരാണ്ടായിരുന്നു. കാറെന്ന് പറയാൻ ജീപ്പ് വരാണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്യണമെന്ന് കരുതി. അതുകൊണ്ട് ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോഴേക്കും അവരും വരും, മീറ്റ് ചെയ്യാം. ഞങ്ങൾ ഈ 9 ബൈക്കിൽ 11 ആളുണ്ടായിരുന്നു. 2 ബൈക്കിൽ പില്ലിയാണ് കൂടി ഉണ്ടായിട്ട് ടോട്ടൽ 11 ആളുണ്ടായിരുന്നു. പിന്നെ ഈ നിൽക്കുന്ന ഗേള്, ഇത് നമ്മുടെ CEO, ടീമിൻ്റെ CEO, ദാറ്റ് മീൻസ് അഡ്മിനാണ് ഞങ്ങളുടെ ടീമിൻ്റെ, ആലിഷ ഫ്രം തമിഴ്നാട്. ഇനിയും കുറേ പേരെ പരിചയപ്പെടാണ്ട്. ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, ഒക്കെ മെല്ലെ പരിചയപ്പെടാം. ടൈമുണ്ട്, 2 ഡേ ഉണ്ട്. സോ നമുക്ക് സ്ട്രൈറ്റ് ടു ചിക്ക്മാംഗ്ലൂർ. അങ്ങനെ പോണ വഴിക്കൊരു ചായക്കട കണ്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അങ്ങനെ വീണ്ടും ഞങ്ങൾ ചിക്ക്മാംഗ്ലൂർ നേരെ പോകാമെന്ന് കരുതി ഇറങ്ങി. പിന്നെ ലൈനപ്പായി പോകണോണ്ട് തന്നെ ഞാൻ നേരെ ഇറങ്ങി. മുന്നിൽ 2 പേര് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി ഞാൻ നേരെ ഇറങ്ങി. സോ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഹൈവേ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളേര് എത്തി. ഉള്ളേരെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല നൈസ് റോഡാണ്, നല്ല വ്യൂ ഉണ്ട്. 2 സൈഡിലും ഒഴിഞ്ഞ പാടങ്ങൾ അറിയാം, അല്ലാണ്ട് നമ്മൾ നെൽപ്പാടങ്ങളല്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ ചിക്ക്മാംഗ്ലൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. നല്ല രസമുണ്ട്. കാരണം 2 സൈഡിലും തേയിലയായാലും കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. തേയില കുറവാണ്, കാപ്പിത്തോട്ടങ്ങളൊക്കെ കൂടുതലും. പക്ഷെ നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. ചിക്ക്മാംഗ്ലൂർ ഈ സമയത്ത് നല്ല തണുപ്പുള്ള സമയമാണ്. അതുകൊണ്ട് നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനും. പിന്നെ ടീമായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു സ്ട്രെച്ചിലങ്ങനെ പോവാം. നല്ല രസമാണ് സത്യം പറഞ്ഞാൽ.
ഡെസ്റ്റിനേഷനായ ഞങ്ങളുടെ റിസോർട്ട് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ റിസോർട്ടെത്തി. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഗൗഡ്ഹള്ളി ഫോറസ്റ്റ് എന്നാണ്. അത് ഫോറസ്റ്റിനല്ല, റിസോർട്ടിൻ്റെ പേരാണത്. ടീം റൈഡ് ആകുമ്പോൾ പിന്നെ എല്ലാം ടീം ബുക്ക് ചെയ്ത് സെറ്റാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് ഇല്ല. സത്യം പറഞ്ഞാൽ അവരെല്ലാം ബുക്ക് ചെയ്ത് സെറ്റാക്കിയിരുന്നു. സോ ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് വിട്ടു. ഇനി അവിടെ പോയെന്ന് റെസ്റ്റ് എടുക്കണം. ഞങ്ങൾ അറൗണ്ട് 5.5 hours റൈഡ് ചെയ്താണ്. അപ്പോൾ നേരെ പോയെന്ന് റെസ്റ്റ് എടുക്കാം. പക്ഷേ റിസോർട്ടിലോട്ട് പോകുമ്പോൾ നൈസാണ്. നല്ല ചെറിയൊരു റോഡാണ് നേരെ റിസോർട്ടിലോട്ട്. കുഴപ്പമില്ല, ദൂരമൊന്നുമില്ല, ആകെ 100 മീറ്റർ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാവരും റിസോർട്ടിൽ നമ്മുടെ ബാക്ക് പാക്കൊക്കെ വെച്ച് എല്ലാം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. ഞങ്ങൾ നേരെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞു അടുത്ത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ റിസോർട്ടിലുള്ളൊരു ഗൈഡും കൂടെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്, വാട്ടർഫാളിലോട്ട്. അപ്പോൾ കൂടെ എല്ലാവരും ഉണ്ട്. അതിൻ്റെ കൂടെ ജീപ്പുണ്ട്. കുറച്ച് പേര് ജീപ്പിലൊക്കെ കയറി, ബാക്കിയുള്ളവർ എല്ലാവരും ബൈക്കൊക്കെ എടുത്ത് നേരെ വാട്ടർഫാളിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ വാട്ടർഫാളിലോട്ട് പോകാം. ഈവനിങ് ആയിട്ടുണ്ട്, പക്ഷേ നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ വാട്ടർഫാളല്ലേ, എല്ലാവരും നല്ല ഷോർട്ട്സും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നേരെ ഇറങ്ങി. അപ്പോൾ നേരെ നമുക്ക് വാട്ടർഫാളിലോട്ട് പോവാം. കുറച്ചൊക്കെ ഉള്ളിലോട്ട് പോയപ്പോൾ പിന്നെ നമ്മുടെ സാധാ റോഡൊക്കെ കഴിഞ്ഞ് ഓഫ് റോഡ് തുടങ്ങി. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയ ഓഫ് റോഡൊന്നുമില്ല, ചെറിയ ഓഫ് റോഡാണ്. വലിയ റിസ്ക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാണ്ട് ലെവലിൽ പോവാം. നമുക്ക് നൈസായിട്ട് നല്ല രീതിയിൽ പോവാണ്. നമ്മളിതിലിപ്പോൾ 2 ഹിമാലയൻ ഉണ്ടായിരുന്നു, ഒരു അഡ്വഞ്ചർ 390 ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 വണ്ടി ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഒരു R15 V3 ഉണ്ടായിരുന്നു, 2 V2 ഉണ്ടായിരുന്നു. അവർ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം അടിയൊക്കെ നല്ല രീതിയിൽ തട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ സാധാ റോഡ് കയറി. അതും കഴിഞ്ഞ് വീണ്ടും നമുക്ക് നൈസർ ഓഫ് റോഡ്. അത് കുറച്ചൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ഓഫ് റോഡായിരുന്നു. ആദ്യത്തെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി മെച്ചമുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്, നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ റൈഡിൽ നമ്മൾ പോണ ടീമിൻ്റെ കാര്യമൊക്കെ പറയാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു നമ്മുടെ ടീം ഏതാണെന്ന്, RBR, റൈഡ് ബിയോണ്ട് റീസൺസ്. ആ ടീമിൻ്റെ ബാക്കിയുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നില്ല. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ടീമാണ്. ഫുള്ള് തമിഴ് ആൾക്കാരാണ് കൂടുതലും.
മലയാളികളുണ്ട്, കന്നഡക്കാരുണ്ട്, പക്ഷേ കൂടുതലും തമിഴ് ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടൊരു ടീമായിരുന്നു. ഭയങ്കര ഫ്രീഡം, ഭയങ്കര കമ്പനിയാണ് എല്ലാവരും. നല്ല രസമായിരുന്നു അവരുടെ കൂടെ. ഞാനിപ്പോൾ ഈ പോണത് ജസ്റ്റ് അവിടെ പോയി റെസ്റ്റ് എടുത്ത് ഞങ്ങൾ നേരെ വാട്ടർഫാളിലോട്ട് പോകല്ലേ. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി, എല്ലാവരും നല്ല രസത്തിൽ, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നല്ലൊരു ടീമും നല്ല രീതിയിലൊരു അഡ്മിൻസൊക്കെ ആയിരുന്നു. നല്ല കമ്പനി, നല്ല ഫ്രീഡം. ആർക്കെങ്കിലും ടീമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അവർക്ക് റൈറ്റ് ബിയോണ്ട് റീസൺസ് എന്ന് അടിച്ചാൽ മതി. അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക. അപ്പം നമ്മുടെ CEO അലീഷ ഉണ്ടാവും, റിപ്ലൈ ചെയ്യും. നല്ലൊരു അഡ്മിൻ സെക്ഷനാണ് അവർക്കുള്ളത്. അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ദിവസത്തെ വ്യൂ ആയി. ഞങ്ങളുടെ ഫസ്റ്റ് പ്ലേസ് വാട്ടർഫോളിലോട്ട് ഞങ്ങൾ എത്തി. നൈസാണ്, ആൾക്കാരും അധികമൊന്നുമില്ല, ചെന്ന സമയത്ത് കുറവായിരുന്നു. പക്ഷെ നല്ല വാട്ടർഫോൾ, നല്ല രസമുണ്ട്. വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയ ഡേഞ്ചറായുള്ള പ്ലേസ് അല്ല. ചെറിയൊരു സ്ലിപ്പറിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല സുഖം. അങ്ങനെ ഒരു മണിക്കൂറോളം വാട്ടർഫാളിലൊക്കെ കുളിച്ച് ഞങ്ങൾ നേരെ റിട്ടേൺ പോന്നു. നേരെ റൂമിലോട്ട് പോകാൻ നിരത്തി. എല്ലാവരും രാവിലത്തെ റൈഡിൻ്റെ ക്ഷീണമുണ്ട്, അതേപോലെ വെള്ളത്തിൽ കുളിച്ച് വിശന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ റൂമിലോട്ട് നേരെ പോവാം. നൈറ്റ് ഇനി പൊളിക്കാം.
അങ്ങനെ നൈറ്റ് ഫുള്ള് അടിപൊളിയായിരുന്നു. എല്ലാവരും പാട്ടും കൂത്തും നല്ല രസമായിരുന്നു. ബാർബിക്യും ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയിരുന്ന് എല്ലാവരും പരിചയപ്പെടുമായിരുന്നു. മെയിനായിട്ട് എല്ലാവരും സ്വന്തം ട്രാവലിങ്, നമ്മുടെ സ്റ്റോറീസ്, അതേപോലെ ഇൻസ്പിറേഷൻസ് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം അപ്പം ഞാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞ് ഒരു 11 മണി വരെ ഞങ്ങളവിടെ എൻജോയ് ചെയ്ത്. സോ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തീരുകയാണ്. നാളെ നല്ലൊരു അഡ്വഞ്ചറായിട്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഫോട്ടോസിനൊക്കെ ആയിട്ട് എല്ലാവരും ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക, ഹിമാലയൻ ബീറ്റ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. ഇറ്റ്സ് മീ അസ്ലം.